4 ദിവസത്തെ സന്ദർശനത്തിന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച ഊർജ്ജ പ്രതിസന്ധിയും US വ്യാപാര കരാറിന്റെ പുരോഗതിയും ചർച്ചയാകും. കാർത്തിക് ഉണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, 2012 ഹിലരി ക്ലിന്റണിന് ശേഷം ഏകദേശം ഒരു 14 വർഷമായി ഒരു US സ്റ്റേറ്റ് സെക്രട്ടറി കൊൽക്കത്തയിലേക്ക് എത്തിയിട്ട് ഇന്ന് വൈകിട്ട് മോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. ശുഭപ്രതീക്ഷ വെക്കാവോ? 4 ദിവസത്തെ സന്ദർശനത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൊൽക്കത്തയിൽ എത്തി. മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. കേവലം ഒരു സന്ദർശനം എന്നതിനപ്പുറത്തേക്കുള്ള നയതന്ത്ര തലത്തിലുള്ള പല ചർച്ചകൾക്കുമാണ് മാർക്കോ റൂബിയോ ഇന്ത്യയിൽ എത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് കൊൽക്കത്തയിൽ നിന്ന് അദ്ദേഹം ഉച്ചയോടെ ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയുമായി മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ചർച്ച. അതിനുശേഷം മെയ് 26-ന് ക്വാഡ് കൂട്ടായ്മയുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും മാർക്കോ റൂബിയോ പങ്കെടുക്കും. കേവലം ഒരു സന്ദർശനത്തിനപ്പുറത്തേക്ക് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ അത് നിലവിൽ ഉള്ള വിള്ളലുകൾ അത് മാറ്റുക, ഒപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് കൂടുതൽ ദൃഢമാക്കുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം. സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. അതിൽ ഏറ്റവും പ്രധാനം പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആഗോളതലത്തിൽ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ വരും കാലങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്നൊരു ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നേരത്തെ തന്നെ മാർക്കോ റൂബിയോ നടത്തിയിരുന്നു. അതായത് ഇന്ത്യക്ക് എത്രത്തോളം ഇന്ധനം ആവശ്യമാണോ അത്രയും തന്നെ നൽകാൻ അമേരിക്ക തയ്യാറാണ് എന്നായിരുന്നു ഇന്ത്യയിലേക്ക് പുറപ്പെടും മുൻപ് മാർക്കോ റൂബിയോയുടെ പ്രതികരണം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കും. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗോസ് അടുത്ത ആഴ്ച ഇന്ത്യയിലെത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയോ വെനസ്വേലയോ ഇക്കാര്യം ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ മാർക്കോ റൂബിയോ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് ചെറിയ രാഷ്ട്രീയ വിവാദത്തിനും ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട്. അതായത് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിക്കാത്ത ഒരു കാര്യം അമേരിക്കയുടെ പ്രതിനിധി പ്രഖ്യാപിച്ചതിനെ കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോൾ വാങ്ങുന്നത്. ഈ പശ്ചാത്തലത്തിൽ മൾട്ടി സോഴ്സുകളിൽ നിന്ന്, അതായത് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് എണ്ണ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. രാജ്യം വലിയ ഊർജ്ജ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ വെനസ്വേലയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഇന്ത്യയിലെത്തിക്കും. അതിനാവശ്യമായ ചർച്ചകൾ പ്രധാനമായും ഈ കൂടിക്കാഴ്ചയിൽ നടക്കും. മറ്റൊന്ന്, വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ മാസം ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം US-ലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. അടുത്ത മാസം US-ൽ നിന്നുള്ള പ്രതിനിധി സംഘം ഇന്ത്യയിലേക്കും എത്തുന്നുണ്ട്. വ്യാപാര കരാർ സംബന്ധിച്ച നിർണായകമായ ചർച്ചകളും മാർക്കോ റൂബിയോയുടെ ഈ സന്ദർശനത്തിൽ നടക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നേരത്തെ അമേരിക്ക മുൻകൈയെടുത്ത് ക്വാഡിന് രൂപം നൽകിയത്. എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, അതായത് ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് സജീവമായി ശ്രമങ്ങൾ നടത്തുന്നത്. ഇത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നു. ഇതിലൊക്കെയുള്ള ഇന്ത്യയുടെ അഭിപ്രായവും ഒരുപക്ഷെ മാർക്കോ റൂബിയോയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ പങ്കുവയ്ക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, കാർത്തികാണ് വിശദാംശങ്ങൾ നൽകിയത്.